സംരംഭകരായിട്ട് വരുമ്പോൾ ചിലർക്ക് മുടക്ക് മുതലില്ലാതെ പോകുന്നു. അപ്പൊ ചില ഈ റിലീജിയസിലൊക്കെ ആണെങ്കിൽ പലിശരഹിതമായ വായ്പകൾ ഇങ്ങനെ കൊടുത്ത് അവരുടെ ആൾക്കാരെ ജോലിക്കായിട്ട് ഇങ്ങനെ ഓരോ ബിസിനസ്സിനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. നമ്മുടെ സഭയിൽ അതങ്ങനെ കാണുന്നില്ല. അപ്പം അതുപോലെയുള്ള ഈ ചില ഇപ്പൊ പറഞ്ഞ പോലെ ലോകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിക ബാങ്ക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സഭയ്ക്ക് അതുപോലെ ഇതിനെ സ്വയം സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ മേഖലകളെ കുറിച്ചൊക്കെ സഭ ചിന്തിക്കുന്നുണ്ട്. ഈ പലിശരഹിതമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സൊന്നും നമുക്ക് പൊതുവെ പറഞ്ഞാൽ സഭയ്ക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് നമുക്കിവിടെ തന്നെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക്. ഇത് ഞാൻ അറക്കൽ പിതാവ് അത് ആരംഭിച്ചത്, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഗുണം അത് കാർഷിക മേഖലയ്ക്കും അതുപോലെയുള്ള തൊഴിൽ സംരംഭകരായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ലോൺ കൊടുക്കാനായിട്ട് പലിശരഹിതമായിട്ടല്ല, അത് ബാങ്കിങ് സംവിധാനമാണ്, ലീഗലായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്കിങ് സംവിധാനമാണ്. അതിലൂടെ കുറെ കൂടി മറ്റു ചില ബാങ്കുകളെക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നിയമപരമായ രീതിയിൽ തന്നെ ലോൺ കൊടുക്കാനായിട്ട് സാധിക്കും, അതിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രം. അപ്പൊ അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് സഹായിക്കാൻ അതിലൂടെ ഒക്കെ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളോ സാധ്യതകളോ ഒക്കെ തീർച്ചയായിട്ടും സഭാ മേഖലയിൽ ഉണ്ട്. പിന്നെ NGOs, പലതരത്തിലുള്ള NGOs, സോഷ്യൽ വർക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ ഒക്കെ നമുക്ക് ഒത്തിരി പേരെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സാധ്യതകളെല്ലാം ഇങ്ങനെയുള്ള സംരംഭകരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രയോജനപ്പെടുത്താം, അവരെ കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ അവർക്ക് തന്നെ അവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ഒരുമിച്ചുള്ള കൂട്ടായ യത്നങ്ങളിലൂടെ പലതും ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് പലപ്പോഴും വിജയിക്കാതെ പോകുന്നത്. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴത്തേനും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് സംരംഭകരെ വളർത്തിയെടുക്കാനൊക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് സഭയ്ക്ക് സാധിക്കും. അതാണ് പിതാവ് ഈ കഴിഞ്ഞിടയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നെസ്റ്റ് എന്ന പ്രോഗ്രാമും വിങ്സും തുടങ്ങിയത്. അതിനുശേഷം അതിന്റെ ബാക്കിയുള്ള ഒരു അപ്ഡേഷൻ എന്താണ്? അത് വാസ്തവത്തില് ഈ ഏതാനും അൽമായരുടെ ഇനിഷ്യേറ്റീവ് കൂടിയാണത്. നസ്രാണി മാർഗം എന്നൊക്കെ പറഞ്ഞൊരു അൽമായ സമൂഹത്തിന്റെ ഒരു പേഴ്സണൽ ഇനീഷ്യേറ്റീവായിട്ട് വന്നു. അതിന് നമ്മൾ അംഗീകാരം കൊടുക്കുകയും അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും സഭയുടെ തന്നെയാണത്. അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ കുറേയേറെ അവരിപ്പോഴും അത് തുടരുന്നുണ്ട്, ആ അക്കമ്പരിമെന്റ്. അങ്ങനെയൊക്കെ സംരംഭകരായി താല്പര്യമെടുത്ത് കുറച്ചുപേര് മുമ്പോട്ട് വന്നവരെ അക്കമ്പരി ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനൊരു സംവിധാനമുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിന് അന്ന് ആ വിങ്സിന്റെ സമാപന സമ്മേളനത്തില് തട്ടിൽ പിതാവ് പറയുണ്ടായി, ഞാനത് എപ്പാർക്കി അസംബ്ലിയിൽ ഞാനത് പറയും, ഇത് എല്ലാ രൂപതയിലും അത് വ്യാപിക്കണം. അങ്ങനെ ഒരു ചർച്ച എപ്പാർക്കിയൽ അസംബ്ലിയിൽ നടന്നിരുന്നു. അങ്ങനെ ഒരു മറ്റു രൂപതകളിലേക്കൊക്കെ അത് വ്യാപിക്കാനായിട്ട് അതൊരു പ്രചോദനമായിട്ടുണ്ട്. എപ്പാർക്കിയൽ അസംബ്ലിയിൽ ആ ഷെയറിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ തന്നെ ആളുകൾ വന്നിട്ട് എബി തന്നെയായിരുന്നു അതിന്റെ ഒരു നേതൃത്വം കൊടുത്തത്. അപ്പം അങ്ങനെ അവർ നേരിട്ട് വന്ന് ഈ കാര്യത്തെക്കുറിച്ച് അവരെ ഈ കഴിഞ്ഞ 2 കാര്യങ്ങൾ ചെയ്തത്, നെസ്റ്റും വിങ്സും 2 കാര്യങ്ങൾ ചെയ്തത് പൊതുവായിട്ട് അസംബ്ലിയിൽ ഷെയർ ചെയ്തു. അത് അസംബ്ലിയിലെ മിക്കവാറും എല്ലാവരും വലിയ താല്പര്യപൂർവ്വം അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അത് തട്ടിൽ പിതാവാണെങ്കിലും വളരെ താല്പര്യപൂർവ്വം അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാജ് ബിഷപ്പ് എന്ന നിലയിൽ എല്ലാ രൂപതകളിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കണം എന്നൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഇനി ഈ കാലത്ത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ മാറുന്ന ഈ ലോകത്തിൽ ഈ ലിബറൽ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. പലപ്പോഴും ആ ആശയങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ വലിയ വില കൊടുത്ത് നമ്മൾ ഈ നടപ്പിലാക്കിയ ക്രിസ്തീയ മൂല്യങ്ങൾക്കൊക്കെ എതിരാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് വിവാഹമില്ലാതെ ജീവിക്കുന്നവരെ ലിവിങ് ടുഗദറെ, അതോടൊപ്പം തന്നെ സ്വവർഗ ഭോഗികളുടെ ഒരു വലിയൊരു കൂട്ടായ്മ ശക്തമാകുന്നു, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ കുട്ടികളിലും സ്ത്രീകളിലുമുള്ള മദ്യപാനത്തെ വളരെ സ്വീകാര്യമായ രീതിയിൽ സമൂഹത്തിൽ അതിനെ മഹത്വവൽക്കരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വിശ്വാസ പരിശീലനത്തിന്റെ ഒരു കുറവ് വരുന്നുണ്ടോ? ഈ ലിബറൽ ആശയങ്ങളെ എങ്ങനെ അവർ നേരിടണം? അതിനെക്കുറിച്ച് പിതാവിന്റെ അഭിപ്രായം. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ ലിബറലിസം ഒക്കെ വർത്തമാനമാകുന്നതിന്റെ പുറകില് ഒന്ന് ഈ പോസ്റ്റ് മോഡേൺ ട്രെൻഡുകൾ. ആ പോസ്റ്റ് മോഡേൺ ട്രെൻഡിനകത്ത് വരുന്ന 2-3 പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഒന്ന് ആപേക്ഷികതയാണ്, ഒരു റിലേറ്റിവിസം. എല്ലാം ആപേക്ഷികവാദം എന്ന് പറയും. എല്ലാത്തിനെയും ആപേക്ഷികമായിട്ട് മാത്രം കാണുന്ന ഒരു സനാതനമായ മൂല്യങ്ങളോ ധാർമ്മിക മൂല്യങ്ങളോ ഒന്നും ഇല്ല. എനിക്ക് ഗുണകരമായതും ഇഷ്ടപ്പെടുന്നതും, എനിക്ക് ഗുണകരം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത്,
എൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തിന് ഉതകുന്നത് എന്തും എനിക്ക് നല്ലതാണ്. അതാണ് എൻ്റെ മൂല്യം. അപ്പൊ ആ ഒരു റിലേറ്റിവിസം, എല്ലാത്തിനെയും അങ്ങനെ കാണാനുള്ള ആ ഒരു ട്രെൻഡ് വളരെ ശക്തമായിട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ലിബറലായിട്ട് എന്തും എങ്ങനെയാകാം, ഒരു മൂല്യവും ഇല്ല, ഒരു അടിസ്ഥാനവും ഇല്ല, അപ്പോൾ ധാർമ്മികതയ്ക്ക് പ്രസക്തിയില്ല, ഇതാണ് എൻ്റെ ധാർമ്മികത എന്ന് പറയുന്ന ട്രെൻഡ് വളരെ അപകടകരമായിട്ട് ഇന്ന് വ്യാപിക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെയൊക്കെ വ്യാപിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെയുള്ള മയക്കുമരുന്ന് ലോബികളൊക്കെ ഇതിന്റെ പറയും. അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് ഒത്തിരി ലോബികൾ തന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല, ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനെയൊക്കെ പലതിനെയും പ്രൊമോട്ട് ചെയ്ത് അവരുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, തെറ്റായ മൂല്യങ്ങൾ മൂല്യങ്ങളില്ലാത്ത തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി യങ്സ്റ്റേഴ്സിനെ പ്രത്യേകിച്ചും മോഹിപ്പിക്കുക, അവരെ അതിലേക്ക് കൊണ്ടുവരിക, അതെല്ലാം വലിയൊരു വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിന്റെ. അവിടെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാര്യത്തിലൊന്നും കോംപ്രമൈസുകൾ ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ ട്രെൻഡുകളെ കുറിച്ച് പറയുന്നത് ഒരു വിശകലനം ഇങ്ങനെയാണ്. ഒന്ന്, ഐ റിബൽ ദെർഫോർ ഐ എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു തത്വചിന്തയുണ്ട്. എല്ലാത്തിനെയും ഞാൻ റിബല്യസ് ആയിട്ട് കാണുന്നു. ഞാൻ റിബല്യസ് ആയിട്ട് കണ്ടുകൊണ്ട് ഞാൻ അതിനെയൊക്കെ എൻ്റെ ഒരു റിബൽ നേച്ചറിലൂടെ ഞാൻ എൻ്റെ അസ്തിത്വം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഡെക്കാർത്തിന്റെ ഒക്കെ ഒരു ചിന്ത ഒരു കാലഘട്ടത്തിൽ, ഇത് ഫിലോസഫിയാണ്, അതിനകത്തൊക്കെ ഐ തിങ്ക് ദെർഫോർ ഐ എക്സിസ്റ്റ് എന്നുള്ളതായിരുന്നു. എൻ്റെ ചിന്ത എൻ്റെ അസ്തിത്വത്തിന്റെ ആധാരമായിട്ട് മാറുന്നു. പിന്നീട് അടുത്ത ഒരു കാലത്തിലേക്ക് വന്നപ്പോഴത്തേനുമാണ്, ഒരു പോസ്റ്റ് മോഡേണിറ്റി വന്നപ്പോഴത്തേനുമാണ് ഐ റിബൽ ദെർഫോർ ഐ എക്സിസ്റ്റ്. എല്ലാത്തിനോടും മറുതലിക്കുക, സനാതനമായിട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളതിനോടെല്ലാം അതിനെ മൊത്തം അങ്ങ് മറുതലിക്കുക, അതിനോട് എതിരിടുക, അങ്ങനെ ഞാൻ എന്നെ തന്നെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പൊ അതും മാറിയിട്ട് ഒരുപക്ഷെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഐ കോംപ്രമൈസ് ദെർഫോർ ഐ എക്സിസ്റ്റ്. എല്ലാത്തിനോടും സമരസപ്പെടുക, എല്ലാ തിന്മകളോടും സമരസപ്പെടാൻ. ഇപ്പൊ റിബല്യനും സമരസപ്പെടലും, റിബല്യനും കോംപ്രമൈസും ഒരുമിച്ച. എല്ലാത്തിനോടും റിബല്യൻ ആകുക, എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുക. ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേനും മൂല്യങ്ങളൊന്നും ഇല്ലെന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും ഉള്ള വളരെ അപകടകരമായ രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന ചില ലോബികൾ ഒക്കെ പുറകിലുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇതിനെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ദൈവജനത്തിന് അതിനുള്ള ജ്ഞാനത്തിന്റെ ഒരു വലിയ കുറവ് ഇപ്പോഴത്തെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും? ഞാനതാ പറയുന്നത്, ഇപ്പൊ ഇങ്ങനെയുള്ള ട്രെൻഡുകൾ നമ്മൾ അകപ്പെട്ടു പോകരുത്. ഈ ട്രെൻഡുകൾ ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ മൂല്യങ്ങളിലും ധാർമ്മികതയിലും ഉറച്ചു നിൽക്കുക തന്നെ വേണം. ഈ സഭ കുറച്ച് പിറകിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. സഭ കുറച്ച് പുറകിൽ യാത്ര ചെയ്യേണ്ടതാണ്. എടുത്തിയാടി ഒന്നും ചെയ്യാറില്ല. അതിന്റെ കാരണം എല്ലാത്തിനെയും അപഗ്രഥിച്ചുകൊണ്ട് എന്ന് വെച്ചുകൊണ്ട് കാലത്തിനോട് സമ്മതിക്കാൻ പാകതയില്ലാതെ പഴമക്കാരിയായി ജീവിക്കണം എന്നുള്ളതല്ല. പഴമക്കാരിയായ ഒരു സഭ എന്നല്ല, മറിച്ച് പക്വതയോടുകൂടി കാലത്തിന്റെ ട്രെൻഡുകളെ വിലയിരുത്തി നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കോംപ്രമൈസുകൾ കൂടാതെ, അധാർമികതകൾ ഒരിക്കലും കോംപ്രമൈസ് ഇല്ലാതെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സ്വർഗഭോഗം പോലത്തെ പ്രശ്നങ്ങള്, അതല്ലെങ്കിൽ എന്താ പറയുന്നേ സ്വർഗ വിവാഹം, ഒപ്പം ഭ്രൂണഹത്യ പോലത്തെ പാപങ്ങളോടുള്ള ശക്തമായ എതിർത്ത നിലപാടുകൾ, കുടുംബഭദ്രത, കുടുംബ ബന്ധങ്ങൾ, അതിന്റെ മഹത്വം, ജീവന്റെ വില, ഇതെല്ലാം സഭ അതിന്റെ പ്രബോധനത്തിലൂടെയെല്ലാം എടുത്തു കാണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. എതിർപ്പുകൾ ഉണ്ടാകുന്നതിന്റെ പുറകിൽ വളരെ ആസൂത്രിതവും സംഘടിതമായ ശക്തികളുമുണ്ട്. ആ എതിർപ്പുകളുടെ പേരിലൊന്നും ഒരിക്കലും അതിന്റെ പ്രബോധനങ്ങളിൽ സഭ മാറ്റം വരുത്തുന്നില്ല, മാറ്റം വരുത്താനും പാടില്ല. അപ്പൊ നമുക്കിതിനേക്കാൾ ഉപരിയായ ഒരു മൂല്യമുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാനും അത് കൃത്യമായിട്ട് അത് പഠിപ്പിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് സഭാമേലധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും ആത്മായരും എല്ലാം ഉൾക്കൊള്ളുന്ന നേതൃത്വത്തിന് അതിന് കടമയുണ്ട്. അത് കൃത്യമായിട്ട് പ്രബോധനം കൊടുക്കുകയും വേണം. അപ്പൊ നമുക്ക് എതിർപ്പുകൾ ഉണ്ടായാലും ഇച്ചിരി പിന്നിലാണെന്ന് തോന്നിയാലും നമ്മൾ കൃത്യമായ പക്വതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തി നമ്മുടെ സമൂഹത്തെ നയിക്കാൻ നമുക്ക് കടമയുണ്ട്. അത് സഭാ സമൂഹത്തെ മാത്രമല്ല, സഭ ലോകത്തിന്റെ പ്രകാശമാണ്. ലുമൻ ജൻസീം എന്നാണ് സഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ പേര്. ജനതകളുടെ പ്രകാശമാണ്. അപ്പം ഈ സഭാവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി തന്നെയല്ല സഭ നിലകൊള്ളുന്നതും നിലകൊള്ളേണ്ടതും. അത് സമൂഹത്തിന് തന്നെ വെളിച്ചം പകരുന്ന അസ്തിത്വമായിട്ട് നിലകൊള്ളേണ്ടതാണ്. എല്ലാവരെയും ദൈവമക്കളായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു പ്രകാശ സാന്നിധ്യമാണ് സഭ. അതുകൊണ്ട് തന്നെ ധാർമ്മികതയുടെ സാന്നിധ്യമായിട്ട് സഭ നിലകൊള്ളേണ്ടതുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പായും മുൻപുള്ള മാർപ്പാപ്പമാരും ഒക്കെ, പ്രത്യേകിച്ച് ജോൺ പോൾ മാർപ്പാപ്പ മുതൽ അങ്ങോട്ടാണ് വളരെ വിപുലമായ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലെ സഭാ കൂട്ടായ്മകളെയൊക്കെ. അങ്ങനെ സന്ദർശനങ്ങൾ നടത്തുമ്പോൾ
ആ രാജ്യത്തോടും വിവിധ മതസ്ഥരായ ജനതയോടുമാണ് സംവദിക്കുന്നത്. അവിടെയൊക്കെ നല്ല ഉറച്ച നിലപാടുകൾ എപ്പോഴും സഭയും സഭയുടെ നേതൃത്വവും നൽകുന്നുണ്ട്. അതൊക്കെ ലോകത്തിന് നൽകുന്ന സന്ദേശമായിട്ടാണ്. യുവനിലാണെങ്കിലും മാർപ്പാപ്പായുടെ ഒരു ഡെലഗേഷനോ മാർപ്പാപ്പായുടെ സാന്നിധ്യമോ പ്രസക്തമാകുന്നതിന്റെ കാരണം ആ ഒരു മൂല്യത്തിൽ സഭ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴും യുദ്ധങ്ങളെ മാർപ്പാപ്പ എതിർത്തുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് നിരന്തരമായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുപോലെ ഭീകരപ്രവർത്തനങ്ങളെയും വർഗീയതയും അപലപിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പിതാവ് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിൽ വിശ്വാസപരമായ ചർച്ചകൾ വിവിധ സഭാവിഭാഗങ്ങൾ ഈ ക്ലബ് ഹൗസ് പോലെയുള്ള മീഡിയകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളൊക്കെ പലപ്പോഴും വ്യാഖ്യാനിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഉള്ള പലരും അവിടെയില്ല. അപ്പോൾ അവരെന്താണോ പറയുന്നത് അത് പലപ്പോഴും പലർക്കും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനൊക്കെ കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മീഡിയ പ്ലാറ്റ്ഫോമിൽ സഭയുടേതായ ചില ഒരു ഗ്രൂപ്പുകൾ നമുക്ക് നിലനിർത്തിക്കൂടെ? അല്ലെങ്കിൽ സഭ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? കാരണം നമ്മളറിയാതെ തന്നെ വലിയൊരു ആൾക്കാർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും ഒത്തിരിയേറെ സഭയുടെ ഈ ദർശനങ്ങളെയും പ്രബോധനങ്ങളെയൊക്കെ സംശയത്തോടു കൂടി അന്നേരമാണ് അവർക്ക് സംശയങ്ങൾ തോന്നുന്നത്. ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴേ ഏകദേശം നമ്മുടെ ക്ലിയർ ആയിട്ടുണ്ട്. അതെ. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ്, കാരണം ഈ മീഡിയ മേഖലകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സഭ എന്തുമാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, വളർച്ച വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതലായിട്ട് അതിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് സഭാതലത്തിൽ ഒരു മീഡിയ സംവിധാനമുണ്ട്, മീഡിയ കമ്മീഷൻ തന്നെയുണ്ട്. അപ്പോൾ ആ കമ്മീഷനൊക്കെ കൃത്യമായിട്ട് പല കാര്യങ്ങളും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ധാരാളം സംവാദങ്ങളും ക്ലബ് ഹൗസുകളും അങ്ങനത്തെ ഒത്തിരി അവസരങ്ങൾ, സാധ്യതകൾ, സാഹചര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും സ്വീകാര്യമായിരിക്കണമെന്നൊന്നുമില്ല. പലപ്പോഴും പല ക്ലബ് ഹൗസുകളിലെ ഈ പറഞ്ഞ ചർച്ചകളിലൊക്കെ ഒരു സഭാവിരോധവും അതുപോലെ ധ്രുവീകരണം അതുപോലെ മറ്റു മതങ്ങളോടുള്ള വിരോധം, അതൊരിക്കലും ശരിയല്ല. നമ്മുടെ ഒരു മതവിഭാഗത്തെ എതിർത്ത് വിരോധം ജനിപ്പിക്കുകയോ ധ്രുവീകരണം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നത് ശരിയായ കാഴ്ചപ്പാടാണെന്ന് ഞാൻ കരുതുന്നില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. അത് എവിടെയാണെന്ന് പറഞ്ഞാലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അത് ഒരിക്കലും ഒരു മതവൈരുദ്ധ്യത്തിലേക്കോ വ്യക്തിവിരോധത്തിലേക്കോ വിദ്വേഷത്തിലേക്കോ അക്രമവാസനകളിലേക്കോ നയിക്കാൻ പാടില്ല. അതുപോലെ തെറ്റായ പ്രബോധനങ്ങളിലേക്കും പോകാൻ പാടില്ല. അത് ചില ക്ലബ് ഹൗസുകളിലെ ചർച്ചകളിലൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഈ മേഖലയിലൊക്കെ സത്വരമായ കൂടുതലായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ശരിയായ പ്രബോധനം കൊടുക്കാനും നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ മനസ്സിലാക്കി നിയമബന്ധിതമായിട്ട് തന്നെ ഈ ഏത് രാജ്യത്താണെങ്കിലും അവിടെ ആളുകൾ ജീവിക്കേണ്ടതാണ്. അതിനോട് ചേർന്ന് നമ്മുടെ പൗരബോധത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വാസവും ധാർമ്മികതയും കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ കോംപ്രമൈസുകൾ കൂടാതെ തന്നെ മറ്റുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. എൻ്റെ വിശ്വാസം ഞാൻ ഉറച്ചു നിൽക്കുകയും പൂർണ്ണതയോടുകൂടി ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു വിഭാഗത്തിലുള്ള മറ്റു മതവിശ്വാസിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്തി കോംപ്രമൈസ് നടത്തിയിട്ടല്ല വേറൊരാളെ അംഗീകരിക്കേണ്ടത്. അപ്പം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെയും ആദരിക്കുകയും ചെയ്യണം. കുറവുകളും തെറ്റുകളും കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനും നമുക്ക് സാധിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കൂടുതൽ സഭ സജീവമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. സുവിശേഷവൽക്കരണത്തിന്റെ തന്നെ വലിയൊരു സാധ്യതയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ എന്നത്. സഭയുടെ പ്രബോധനമാണ്. അപ്പൊ ആ മേഖലയിലേക്ക് കൂടുതലായിട്ട് നമ്മൾ കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഈ ചില നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു സൈബർ വിങ് തന്നെയുണ്ട്. അപ്പം ആ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ആശയങ്ങൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ആശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയോ ഇതുപോലെയുള്ള ക്ലബ്ബ് ഹൗസുകളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവരതിൻ്റെ അകത്ത് കയറിയിട്ട് പഠിച്ച വ്യക്തികൾ മനോഹരമായിട്ട് അതിനെ അവരുടെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ സഭയിൽ ഇതുപോലെ തന്നെ ഒരു സൈബർ ടീം തന്നെ ഉടലെടുക്കേണ്ട സമയം കഴിഞ്ഞില്ല. നമുക്കൊരു അപ്പോളജറ്റിക്കൽ ഡെസ്കും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനും പഠിക്കാനും ഒക്കെ അത് കൂടുതൽ സജീവമായിട്ട് ഈ മേഖലകളിലൊക്കെ ഇടപെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തെറ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രചരിക്കുന്നത് കണ്ടാൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം എപ്പോഴും സഭയ്ക്ക് ഉണ്ട്. സഭ ഒരു അമ്മയാണ്. അപ്പൊ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതിന്റെ സഭാവിശ്വാസികളായ മക്കളുടെ ഭാഗത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
തിരുത്താൻ നമുക്ക് കടമയുണ്ട്. അതുപോലെ പൊതുസമൂഹത്തിലാണെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം, ഒരു തെറ്റായ ഒരു സന്ദേശം, അധാർമികമായ ഒരു കാര്യം പ്രചരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കണം. അത് നമ്മുടെ കടമയാണ്. അതോടൊപ്പം തന്നെ പിതാവേ, പ്രത്യേകിച്ച് ഈ വ്യത്യസ്തമായ മത രാഷ്ട്രീയമായ ജാതികളും ഒക്കെ ഇടകലർന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ ദേശം തന്നെ. ഇവിടെ നമ്മുടെയൊക്കെ ആൾക്കാരുടെ സ്വത്തിനും ജീവനും ഭീഷണി വിധിച്ചുകൊണ്ട് ചില ഉട്ടോപ്യൻ ചിന്തകളുമായിട്ടൊക്കെ ചില സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പിതാവ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിതാവിന്റെ പ്രതികരണം എന്താണ്? ഈ വഖഫ് ബോർഡ് പോലത്തെ കാര്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാനതിനെ കുറിച്ച് പറയാൻ ജനറലായിട്ട് പൊതുവെ അതൊക്കെ ചർച്ചാ വിഷയമായ ഒരു കാര്യം തന്നെയാണത്. എനിക്ക് പറയാനുള്ളത്, വർഷങ്ങളായിട്ട് ഒരു പ്രദേശത്തെ, മുനമ്പം പ്രദേശത്തെ കാര്യമൊക്കെയാണ് അല്ലേ പ്രധാനമായിട്ട് ഇപ്പം റീസെന്റ് ആയിട്ട്. അതിന്റെ വാർത്ത ആദ്യം വിട്ടത് തന്നെ ഷെക്കീന ന്യൂസ് ആണ്. അത് തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള ആളുകൾ വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് അവിടെ ജീവിക്കാൻ, അവരുടെ ഉപജീവനം നടത്താനുള്ള അവകാശമുള്ളവരാണ്. തന്നെയുമല്ല, അത് വഖഫ് നിയമത്തിനകത്ത് തന്നെ അത് അതിനകത്ത് പെടുന്നതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ വഖഫ് ബോർഡ് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അത് ഇന്നത്തെ നമ്മുടെ ഒരു ജനാധിപത്യ രീതികൾക്ക്, നമ്മുടെ ഭരണഘടനയ്ക്കൊക്കെ നിരക്കുന്നതാണോ? അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും വേണ്ടതാണ്. ഏതാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്കും നമ്മുടെ ഭരണഘടനയ്ക്കും ചേരുന്ന വിധമായിരിക്കണം എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോകേണ്ടത്. ഈ പ്രദേശത്തുള്ള ആളുകൾ ഒത്തിരിയേറെ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ അതിജീവനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള വലിയൊരു കടമ, അത് ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ്. നിലപാടെടുക്കേണ്ടതും സർക്കാരാണ്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഒന്നും കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. എല്ലാവരും ചേർന്നുകൊണ്ട് അത് വേണ്ട വിധം ആ ഒരു ഇഷ്യൂ തന്നെ പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പോസിറ്റീവായിട്ട്. ഈ വിഷയത്തിൽ തന്നെ ഒരു കൂട്ടായ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ഒരു സമവായത്തിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ നമ്മുടെ ക്രിസ്തീയ സ്ഥാപനങ്ങള്, ഈ ആതുരാലയങ്ങള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ നമ്മൾ കണ്ട ചില ആക്രമണങ്ങളും ചില വിഷയങ്ങളൊക്കെ, ഇതെല്ലാം ഇതിന്റെ പിന്നില് ഒരു വലിയ ഒരു സംഘടിതമായ ഒരു പ്ലാനും പദ്ധതിയും പോകുന്നില്ലേ എന്ന് നമ്മൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ വർഗീയ ധ്രുവീകരണങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇന്ന് നടക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു തരത്തിലും ഈ വർഗീയത എന്ന് പറയുന്ന അതിൽ തന്നെ ശരിയായ ഒരു കാഴ്ചപ്പാടല്ല, തെറ്റാണ്. ഒരു സമുദായത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം. സമുദായ ബോധവും വർഗീയതയും രണ്ടും രണ്ടാണ്. എൻ്റെ വിശ്വാസവും ഞാനായിരിക്കുന്ന സമുദായവും എനിക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റു സമുദായങ്ങളെ തള്ളിപ്പറയാനോ താഴ്ത്തി കാണിക്കാനോ അവരെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനോ ചെറുതാക്കാനോ ശ്രമിക്കുന്നെങ്കിൽ അത് തീവ്ര സ്വഭാവമാണ്, അത് വർഗീയതയാണ്. അങ്ങനെയുള്ള വർഗീയ വിഭാഗീയ ചിന്തകൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് സ്ഥാപനങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യുകയും അവിടെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഇന്ന് കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഒരു കാരണവശാലും നമ്മൾ ജീവിക്കുന്ന വിവിധ മതവിഭാഗങ്ങൾ സാഹോദര്യത്തോടെ ജീവിച്ചു വന്നിരുന്ന ഒരു നാടാണ് കേരളം. പ്രത്യേകിച്ചും കേരളം പോലൊരു നാട് എത്രയോ സൗഹാർദ്ദത്തോടു കൂടി എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന് ജീവിച്ചവരാ, സാഹോദര്യത്തോടെ പങ്കിട്ടുകൊണ്ട് ആ ഒരു സംസ്കൃതിയിലേക്ക്, സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ബന്ധങ്ങളിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. അത് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോരും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. 8, 10, 15 വയസ്സുള്ള കാലഘട്ടങ്ങളിലൊക്കെ എത്രയോ നല്ല സൗഹൃദങ്ങൾ, പരസ്പരമുള്ള ബന്ധങ്ങൾ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുമായിട്ടും ഇസ്ലാം സഹോദരങ്ങളുമായിട്ടും എല്ലാം പുലർത്തിയിരുന്ന ആ സാഹോദര്യത്തിന്റെ ബന്ധങ്ങൾ, അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ആ ബന്ധങ്ങളിൽ അപകടം ഉണ്ടാകുന്ന വിധമുള്ള ചില പ്രവണതകളും ഇടപെടലുകളും അതിന്റെ പിറകിലുള്ള ചില തീവ്ര സ്വഭാവത്തോടു കൂടിയ സാഹചര്യങ്ങളിൽ ആളുകൾ ഇടപെടുന്നതൊക്കെ തീർച്ചയായിട്ടും ഗൗരവമാണത്. അതിന്റെ പിറകിലെ തീവ്രവാദ സംഘടനകൾക്ക് ചിലപ്പോൾ കണ്ടെന്നിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തീവ്രവാദ സംഘടനകളുടെ പിൻബലത്തോടു കൂടി ആളുകൾ കയറി വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഒട്ടും ഗുണകരമല്ല. അതിനെ തീർച്ചയായിട്ടും ഗവൺമെന്റ് തന്നെ അഡ്രസ്സ് ചെയ്യണം. അതാത് മതവിഭാഗങ്ങൾ തന്നെ അക്കാര്യത്തിൽ വേണ്ട വിധം തീർച്ചയായിട്ടും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഓരോ മതത്തിന്റെയും മേലധ്യക്ഷന്മാരായ ആളുകളൊക്കെ അക്കാര്യത്തിൽ
ഒരുമിച്ച് ഒരേ ഹൃദയത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ മുളയിലെ തന്നെ നുള്ളിക്കളയാനായിട്ട് തയ്യാറാവേണ്ടതാണ്. ഇതിന്റെ ഈ ഭരണ സംവിധാനങ്ങൾ പോലും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നില്ല ഈ കാലഘട്ടത്തിൽ എന്ന് വേണം കരുതാൻ. പലപ്പോഴും വോട്ട് ബാങ്കുകൾ എന്ന ഒരു ചിന്ത രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുള്ളത് കൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള പ്രീണനങ്ങൾ പലതരത്തിലും പലയിടങ്ങളിലും നടക്കുന്നതായി മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് ജനപ്രതിനിധികളെ ജയിപ്പിച്ചു വിടുന്നത്. എല്ലാവരുടെയും സുരക്ഷ, എല്ലാവരുടെയും അവകാശങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ അവർക്ക് കടമയുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. അതിനകത്തൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയോ വോട്ടിന് വേണ്ടിയോ മാത്രം അല്ല തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പ്രവർത്തിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്, നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതുപോലെ മതവൈര്യവും വിദ്വേഷവും ഒന്നും ഒരിക്കലും ഉണ്ടാകാൻ അനുവദിക്കരുത്. അതിനും നല്ല കൂട്ടായിട്ടുള്ള ചിന്തകളും പങ്കുവയ്ക്കലുകളും ഒക്കെ ഉണ്ടാവണം. അത്തരം വേദികൾ ഞങ്ങളിവിടെ പലപ്പോഴും എല്ലാ വർഷവും ഒരിക്കൽ ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടാറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും വരികയും കുറച്ചൊരു ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ചോ മറ്റോ ഒക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിവിധ മതവിഭാഗങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് കൂടി സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവണം. അത്തരം പ്ലാറ്റ്ഫോമുകളിലൊക്കെ സൗഹാർദ്ദങ്ങൾ പങ്കിടണം. അതൊക്കെ നമ്മളെ കൂടുതൽ ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കും. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നേതൃത്വത്തിലുള്ളവർ ഒരുമിച്ച് ഇടപെട്ടുകൊണ്ട് ആ ഇഷ്യൂവിനെ അപ്പം തന്നെ പരിഹരിച്ചെടുക്കുന്ന സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ കുറച്ചുകൂടി തീക്ഷ്ണമായിട്ട് രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ പിതാവെ, പ്രത്യേകമായിട്ട് ഈ ഒരു കരസ്മാറ്റിക് നവീകരണം നമ്മുടെ സഭയിൽ ശക്തമായ ഒരു മുന്നേറ്റമായിരുന്നു. അത് വലിയൊരു അഭിഷേകത്തിന്റെ കാലഘട്ടം ആയിരുന്നതിൽ തർക്കമില്ല. ഈ നമ്മുടെ വാളമനാച്ചനെ പോലെയുള്ള വൈദികരുടെയൊക്കെ വലിയ സാന്നിധ്യമുള്ള ഈ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഈ കരസ്മാറ്റിക് നവീകരണം മൂലം എന്തുമാത്രം ഈ രൂപത ശക്തിപ്പെട്ടിട്ടുണ്ട്? പിതാവിന്റെ ഒരു വീക്ഷണത്തിൽ എന്താ അതിന്റെ? കരിസ്മാറ്റിക് നവീകരണം ഒരു മൂവ്മെന്റ് ആണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമൊക്കെ രൂപപ്പെട്ടു വന്ന പല മൂവ്മെന്റുകളിലൊന്നാണ് നവീകരണ പ്രസ്ഥാനം. ഓപ്പൂസ് ദേയി പോലത്തെ പ്രസ്ഥാനങ്ങളൊക്കെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വിവിധ മൂവ്മെന്റ്സുകളുണ്ട്. അപ്പൊ ആ മൂവ്മെന്റുകൾ ഒന്നാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ്. അത് സഭയ്ക്ക് തീർച്ചയായിട്ടും ഗുണകരമായ രീതിയിൽ ഒരു നല്ല ആത്മീയ ചലനം ഉണ്ടാക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. ഈ രൂപതയിലും അതിന്റെ നല്ല ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യണം. ചിലപ്പോഴൊക്കെ ഒരു പാരലൽ സംവിധാനം പോലെയൊക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഞാനിപ്പം ഈ അച്ഛൻ വളമനാലച്ഛന്റെ കാര്യം പറയുന്നത് അച്ഛനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ പൊതുവെ പറയുന്ന കാര്യങ്ങളാണ്. ഒരു പാരലൽ സംവിധാനം പോലെയൊക്കെ അത് മാറിപ്പോകുന്നുണ്ട്. അച്ഛനൊക്കെ ഈ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നയാളാണ്. അങ്ങനെ ഒരു നമ്മുടെ ധ്യാന കേന്ദ്രം നന്നായിട്ട് പോകുന്നുണ്ട്, അണക്കരയുള്ള ധ്യാന കേന്ദ്രം. അതിനാവശ്യമായ ഗൈഡൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുമുണ്ട്. അച്ഛനത് കൃത്യമായിട്ട് പാലിക്കാൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഒരു വിജിലൻസ് സഭ അക്കാര്യത്തിലെല്ലാം നടത്തേണ്ടതുണ്ട്. ചിലപ്പോഴിങ്ങനെ ഒരു സഭയുടെ ആ മുഖ്യധാരയിൽ നിന്നും ഇടവക കേന്ദ്രീകൃതമായ വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികതയിൽ നിന്നൊക്കെ അകന്നു പോകുന്ന പ്രവണതകളും ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരു സഭയുടെ മുഖ്യധാരയുമായി ചേർന്ന് പോകുന്ന ഇടവകയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ആധ്യാത്മിക ജീവിതശൈലി, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ധ്യാനകേന്ദ്ര അധിഷ്ഠിതമായ ആധ്യാത്മികതയല്ല സഭയുടെ ആധ്യാത്മികത. ധ്യാനകേന്ദ്രങ്ങൾ ഒത്തിരി നന്മ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയല്ല. തീർച്ചയായിട്ടും ഒത്തിരി മാനസാന്തരങ്ങളിലേക്കും ഒരുപാട് ആളുകളെ വിശ്വാസത്തിലേക്കും വചനത്തിന്റെ നല്ല അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇടവകയിലേക്ക് തന്നെ, ഇടവക ജീവിതത്തിലേക്ക് അവരെ നയിക്കാനായിട്ടും സഹായകമാകുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴെല്ലാം ധ്യാനകേന്ദ്രങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഒരു ശൈലി, അമിതമായ ഒരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അതിന് വലിയ പബ്ലിസിറ്റി കൊടുത്ത് അത്ഭുതങ്ങൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അമിതമായ രീതിയിൽ അതിന് ഒരു ആകർഷകത്വം ഉണ്ടാക്കി അതിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള മത്സരങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നത് ശരിയല്ല. അത്തരം ധ്യാന കേന്ദ്രങ്ങളും ധ്യാനങ്ങളും എല്ലാം ഒരു സഭയുടെ ആധ്യാത്മികതയിലേക്ക് ആയിരിക്കണം എപ്പോഴും നയിക്കേണ്ടത്. അത് വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും ദൈവദിനത്തിലും ഒക്കെ കേന്ദ്രീകരിക്കുന്ന ഒരു ആധ്യാത്മികതയാണ്. അതിലേക്കാണ് എപ്പോഴും നയിക്കേണ്ടത്. പാരലായിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ സഭ അതിനെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി നന്മകൾ അതിലൂടെ എല്ലാം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ളത്. വളമനാലച്ഛന് ആണെങ്കിലും ഈ രൂപതയിലും മാത്രമല്ല പല രൂപതകളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ധാരാളം ധ്യാനങ്ങളും കൺവെൻഷനുകളും നടത്തുന്നുണ്ട്. ഒത്തിരിയേറെ ആളുകൾ അതിന്റെ നല്ല ഫലങ്ങൾ എടുക്കുന്നുമുണ്ട്. സന്തോഷത്തോടെ ഞാൻ അത് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി താപസന്മാരുള്ള ഒരു ഞാൻ അത് പ്രത്യേകിച്ച് ഒരു മെത്രാൻ തന്നെ താപസനായിട്ട് അങ്ങയുടെ രൂപതാതിർത്തിയിലുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾ താപസരായിട്ട് അങ്ങയുടെ രൂപതയിൽ തന്നെ ഉണ്ട്.
അങ്ങനെയുള്ള ഒരു ശക്തമായ ഒരു ആത്മീയ ഒരു പ്രാർത്ഥന നിറഞ്ഞ ഒരു രൂപതയല്ലേ. അപ്പൊ അതിനനുസരിച്ച് തിന്മയുടെ വലിയ ആക്രമണങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സജ്ജരാണോ, രൂപത സജ്ജമാണോ? അതിനെക്കുറിച്ച് പിതാവിന്റെ അഭിപ്രായം എന്താണ്? ഞാനങ്ങനെ രൂപതയിൽ മാത്രം താപസന്മാരേറെ ഉണ്ട് എന്നൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല, മറ്റു പല രൂപതകളിലും. ഈ പിതാക്കന്മാര്, അതുപോലെ കാൾ റാനറിനെ പോലെയുള്ള വലിയ ദൈവശാസ്ത്രജ്ഞന്മാരും ബെനഡിക്റ്റ് പിതാവിനെ പോലെയുള്ള വലിയ ദാർശനികരും ഒക്കെ, ദൈവശാസ്ത്ര മേഖലയിലെ അഗ്രഗണ്യരായ ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത, ഒരു ദർശനം, ഫ്യൂച്ചർ ചർച്ച് വിൽ ബി ഓഫ് എ ചർച്ച് ഓഫ് മിസ്റ്റിക്സ് എന്നാണ്. അപ്പം ഫ്യൂച്ചർ ചർച്ച് ഈസ് ഗോയിങ് ടു ബി എ ചർച്ച് ഓഫ് മിസ്റ്റിക്സ്, അസറ്റിക്സ്, കോണ്ടംപ്ലേറ്റീവ്സ്. താപസന്മാരുടെ ഒരു സഭയാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു സഭ എന്നുള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെയുള്ള ദാർശനികരായ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. റാനറൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ കാര്യം പലപ്പോഴും അടിവരയിടാറുണ്ട്. ഇനി വരുന്ന സഭയിൽ ഇങ്ങനെയുള്ള കൂടുതൽ തീഷ്ണമായ താപസ ജീവിതം നയിക്കുന്ന ആളുകൾ, അത് വൈദികരും സന്യസ്തരും മാത്രമല്ല, അൽമായരും, അങ്ങനെയുള്ളവരുടെ ഒരു സഭ, അത് എപ്പോഴും അങ്ങനെ തന്നെ. ഈ കാലഘട്ടത്തിന്റെ സഭയുടെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ എപ്പോഴും അങ്ങനെ ആയിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സഭ കുറെ കൂടി വേൾഡ്ലി ആയിട്ട്, ലക്ഷൂറിയസ് ആയിട്ട് മാറിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂല്യങ്ങളിൽ കുറവുകൾ വരുന്നതിനിടയായിട്ടുണ്ടോ? അവിടെയൊക്കെ വലിയ വിശുദ്ധര്, ഒരു കാലഘട്ടത്തിൽ ഒക്കെ ഫ്രാൻസിസ് അസീസിയെ പോലത്തെ ആളുകൾ, മധ്യകാലഘട്ടത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അസീസിയെ പോലത്തെ ആളുകളൊക്കെ അവിടെ രംഗപ്രവേശം ചെയ്തു. അതുപോലെ ഡൊമിനിക്, വലിയ വിശുദ്ധര്, അമ്മ ത്രേസ്യ, ഇങ്ങനെയുള്ള വലിയ വലിയ ആള്. അപ്പം അവരൊക്കെ താപസന്മാരായി മാറി, വലിയ താപസന്മാരായി, തീക്ഷ്ണമതികളായ, ആഴമായ പരിത്യാഗ ജീവിതം നയിക്കുന്ന ആൾക്കാരായി മാറി. അത് വിശുദ്ധീകരണത്തിന് ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സഭയെ എപ്പോഴും നയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയിൽ കുറവുകൾ കാണുമ്പോൾ, അത് നേതൃത്വത്തിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും കുറവുകൾ കാണുമ്പോൾ, തെറ്റുകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ധാർമ്മികമായ ഇടിവുകൾ സംഭവിക്കുമ്പോൾ, മറുവശത്ത് വളരെ തീക്ഷ്ണതയുള്ള താപസന്മാരും വലിയ ആത്മീയ ആചാര്യന്മാരും ജന്മം കൊള്ളും. അപ്പൊ അങ്ങനെയുള്ള ആത്മീയ ആചാര്യന്മാർ ജന്മം കൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് വളർത്തിയെടുക്കേണ്ടതുമാണ്. യൂറോപ്പിലെ സഭ വളരെ സെക്കുലർ ആയെന്ന് നമ്മൾ പറയും. യൂറോപ്പ് തന്നെ സെക്കുലറൈസ്ഡ് ആണ്. അത് കേവലം സെക്കുലർ എന്നതിനേക്കാൾ ഒരു മെറ്റീരിയലൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി മെറ്റീരിയൽ കാഴ്ചപ്പാടുകളിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. വളരെ ലൗകികമായി ചിന്തിക്കുന്ന തരത്തിലേക്ക് പലതും തരം താഴ്ന്നിട്ടുണ്ട്. യൂറോപ്പിലൊക്കെ ഇപ്പം ദൈവവിളികൾ ലഭിക്കുന്നത് താപസ ജീവിതത്തിലേക്കും കോണ്ടംപ്ലേറ്റീവ് ലൈഫിലേക്കുമാണെന്നുള്ള നിരീക്ഷണം വളരെ വ്യക്തമാണ്. അത് ശരിയുമാണത്. അപ്പം വേറൊരു ഓപ്പോസിറ്റ് ട്രെൻഡ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട്, ഒരു മൂവ്മെന്റ് രൂപപ്പെട്ടു വരികയാണ്. വളരെ പോസിറ്റീവാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വഴികളാണതെല്ലാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള താപസ ജീവിതം നയിക്കുന്ന ആളുകൾ കൂടുതലായിട്ടുണ്ടാവണം. അത് വൈദികരിലും സന്യസ്തരിലും അൽമായരിലും ഒക്കെ ആ മേഖലകളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ആളുകൾ ഇറങ്ങേണ്ടതാണ്. അതായിരിക്കും വാസ്തവത്തിൽ ഇന്നത്തെ പ്രതിസന്ധികൾക്കുള്ള ശരിയായ ഒരു ഉത്തരം.